महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. ധനുർവിദ്യയിലുള്ള പരിശീലനം വളരെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കെ ഭീമനും ദുര്യോധനനും ഗദായുദ്ധത്തിൽ അഗ്രഗണ്യരായി. നകുലനും സഹദേവനും വാൾപ്പയറ്റിലാണ് അവരുടെ കഴിവ് തെളിയിച്ചത്. അതേസമയം അർജുനൻ എല്ലാറ്റിലും മുൻപന്തിയിലായിരുന്നു. ഇനി യുധിഷ്ഠിരനാകട്ടെ തേർ യുദ്ധത്തിലാണ് തന്റെ കഴിവ് തെളിയിച്ചത്. ഇവിടെ ദുര്യോധനൻ ഒഴിച്ചുള്ള മറ്റുള്ളവരുടെ കാര്യം ഒന്നും പറയുന്നില്ല. കാരണം 100 പേരുടെയും കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കാം പാണ്ഡവരുടെ മാത്രം കാര്യമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കുട്ടികൾ ആയുധ പരിശീലനം പൂർത്തിയാക്കി എന്ന് തോന്നിയപ്പോൾ അസ്ത്രവിദ്യയിലുള്ള ഓരോരുത്തരുടെ കഴിവ് ഒന്ന് പരിശോധിച്ചറിയാൻ ദ്രോണാചാര്യർ നിശ്ചയിച്ചു. അങ്ങനെ ഒരു ശില്പിയെ കൊണ്ട് കുരിയാറ്റ കിളിയെ നിർമ്മിച്ച് മരക്കൊമ്പിനിടയിൽ വെച്ചു. എന്നിട്ട് ആദ്യം യുധിഷ്ഠിരനെ വിളിച്ചു. യുധിഷ്ഠിരനോട് പറഞ്ഞു, നീ തയ്യാറായി നിൽക്കുക. ദൂരെ അതാ മരക്കൊമ്പിൽ ഒരു കിളിയുണ്ട്. ആ കിളിയുടെ ശിരസ് നീ അറുക്കുക. അങ്ങനെ ആദ്യം ഗുരു ചോദിച്ചു, നീ ഇപ്പോൾ മരത്തെ കാണുന്നുണ്ടോ? ഉണ്ട്. നീ എന്നെയും നിന്റെ സഹോദരന്മാരെയും കാണുന്നുണ്ടോ? ഉണ്ട്. എങ്കിൽ നീ മാറി നിൽക്ക്. കാരണം ലക്ഷ്യത്തെ കാണാത്ത ഒരാൾക്ക് കൃത്യമായി അത് എയ്തു വീഴ്ത്താൻ സാധിക്കില്ല. ഇതേ ചോദ്യം എല്ലാവരോടും ആവർത്തിച്ചു. എല്ലാവരും ഇതേ ഉത്തരം പറഞ്ഞു. അങ്ങനെ ആ അസ്ത്ര പരീക്ഷയിൽ എല്ലാവരും തോറ്റു പിൻവാങ്ങി. അങ്ങനെ അർജുനൻ വന്നപ്പോൾ ഗുരു ഇതേ ചോദ്യം ചോദിച്ചു. അർജുനൻ പറഞ്ഞു, ഞാൻ ആ കുരിയാറ്റ കിളിയെ മാത്രം കാണുന്നുണ്ട്. പിന്നീട് ചോദിച്ചു, ഇപ്പോൾ നീ എന്ത് കാണുന്നു? നീ ആ പക്ഷിയുടെ ശിരസ് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. നീ എന്നെയും സഹോദരങ്ങളെയും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ശരി, എങ്കിൽ നീ അസ്ത്രമെയ്യൂ എന്ന് പറഞ്ഞ് ആ ഗുരുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചത് അർജുനൻ മാത്രമായിരുന്നു. പിന്നീട് ഒരിക്കൽ ഗംഗാനദിയിൽ കുളിക്കാനിറങ്ങിയ ദ്രോണാചാര്യർ പെട്ടെന്ന് എന്നെ മുതല പിടിച്ചു, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ എന്ന് കരഞ്ഞു പറഞ്ഞു. സത്യത്തിൽ ആ മുതലയുടെ പിടി വിടുവിക്കാൻ ദ്രോണാചാര്യർക്ക് അറിയാതെയല്ല, എങ്കിലും തന്റെ ശിഷ്യന്മാരെയൊക്കെ ഒന്ന് പരീക്ഷിച്ചതാണ്. എന്നാൽ മറ്റെല്ലാവരും സ്തബ്ധരായി നിൽക്കെ ഉടനെ തന്നെ അർജുനൻ മുന്നോട്ട് വന്ന് ഒരുമിച്ച് 5 അസ്ത്രമെയ്ത് ആ മുതലയെ കൊന്ന് തന്റെ ഗുരുനാഥനെ രക്ഷിച്ചു. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അർജുനനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദ്രോണാചാര്യർ വീണ്ടും പറഞ്ഞു, നീ തന്നെയാണ് എന്റെ ശിഷ്യന്മാരിൽ ഉത്തമൻ. അങ്ങനെ അർജുനന് അപൂർവമായ ബ്രഹ്മശിരസ് എന്ന ഒരു അസ്ത്രവിദ്യ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഇത് മനുഷ്യരിൽ ഒരിക്കലും പ്രയോഗിക്കരുത്. മനുഷ്യരല്ലാത്ത ആരെങ്കിലും നിന്നോട് എതിർത്താൽ വേറെ നിവൃത്തിയില്ല എന്ന് കണ്ടാൽ മാത്രമേ ഈ അസ്ത്രപ്രയോഗം നീ നടത്താവുള്ളൂ. ഇതിനുശേഷം ഇവരുടെ ആയുധ പ്രദർശനം അതൊരു അരങ്ങേറ്റമായിട്ട് ആഘോഷമായിട്ട് നടത്തണം എന്ന് ദ്രോണാചാര്യർ പറഞ്ഞതനുസരിച്ച് അതിനുള്ള അവസരമൊരുക്കി. അങ്ങനെ നല്ലൊരു മുഹൂർത്തം കുറിച്ച് ആയുധ പ്രദർശനത്തിനുള്ള വേദി ഒരുങ്ങി. അങ്ങനെ എല്ലാവരും ആഘോഷമായി പുറപ്പെട്ടു. ഇവിടെ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞു കൊടുക്കാനായിട്ട് വിതുരരും സഞ്ജയനും തയ്യാറായി നിന്നു. അങ്ങനെ ആദ്യം തന്നെ ഗദായുദ്ധമാണ് എന്ന് ആചാര്യൻ പ്രഖ്യാപിച്ചു. ഭീമനും ദുര്യോധനനും രംഗത്തേക്ക് വന്നപ്പോൾ തന്നെ അവിടെ ആ സദസ്സാകെ ഇളകി മറിഞ്ഞു. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും കളി പോലെ ആ രംഗത്തുണ്ടായിരുന്നവർ, സദസ്സിലുണ്ടായിരുന്നവർ 2 പക്ഷമായി തിരിഞ്ഞ്
അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായി, കോലാഹലമായി. അങ്ങനെ ഇവരുടെ ഈ പോരിനിടയിൽ അവിടെ അടി നടക്കും എന്ന് കണ്ടപ്പോൾ ആചാര്യൻ അശ്വത്ഥാമാവിനോട് പറഞ്ഞു, അശ്വത്ഥാമാവെ, അവരോട് നിർത്താൻ പറയൂ, അല്ലെങ്കിൽ ഇവിടെ രംഗം വഷളാകും. അങ്ങനെ അവരുടെ ആയുധ പ്രദർശനം, ഗദായുദ്ധ പ്രദർശനം താൽക്കാലികമായി നിർത്തിവെച്ചു. അതിനുശേഷം ദ്രോണാചാര്യർ എല്ലാവരോടുമായി പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ശിഷ്യൻ അർജുനൻ ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. അപ്പോഴേക്കും ആഹ്ലാദാരവം കൊണ്ട് എല്ലാവരും അങ്ങനെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അർജുനനെ സ്വീകരിച്ചു. ഇത് കണ്ട് ധൃതരാഷ്ട്രർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്ര വലിയൊരു ആരവം? അപ്പോൾ വിതുരർ പറഞ്ഞു, രാജാവേ, അത് മധ്യമ പാണ്ഡവനായ അർജുനൻ ആ രംഗത്തേക്ക് വന്നപ്പോൾ അർജുനനോടുള്ള ആദരവും ആരാധനയും കൊണ്ടുള്ള ആരവമാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ധൃതരാഷ്ട്രർക്ക് വലിയ അഭിമാനമാണ് തോന്നിയത്. ആ സമയത്ത് പറയുന്നുണ്ട്, എന്റെ പാണ്ഡുവിന് ജനിച്ച മകൻ ഇത്ര വലിയ വില്ലാളി വീരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ ധൃതരാഷ്ട്രർ പറയുന്നുണ്ട്. അങ്ങനെ അർജുനന്റെ ആ കൈമിടുക്ക് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. എപ്പോഴാണ് അസ്ത്രം എടുക്കുന്നത്, അസ്ത്രം തൊടുക്കുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റാത്ത അതുപോലെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അർജുനന്റെ ആ വീരപരാക്രമം കണ്ട് എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കെ പെട്ടെന്ന് മറ്റൊരു ആരവം കേട്ടിട്ട് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു. അത് മറ്റാരുമായിരുന്നില്ല, ജന്മം കൊണ്ട് കുന്തിപുത്രനായിരുന്ന, എന്നാൽ ഇപ്പോൾ സൂതപുത്രനായിട്ട് അറിയപ്പെടുന്ന കർണനായിരുന്നു അവിടെ വന്നത്. കർണൻ എല്ലാവരോടുമായി പറഞ്ഞു, ഇപ്പോൾ അർജുനൻ കാണിച്ച ഈ വിദ്യകളെല്ലാം കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഇത് കേട്ട് അർജുനന് ദേഷ്യം വന്നു. എന്നാൽ ദുര്യോധനന് ഉള്ളിൽ അത്യധികമായ ആഹ്ലാദമാണ് ഉണ്ടായത്. അങ്ങനെ കർണൻ ദ്രോണരുടെ അനുമതിയോടെ തന്നെ അർജുനൻ കാണിച്ച എല്ലാ വിദ്യകളും ഒരു പക്ഷേ അതിലും മെച്ചമായിട്ട് അവിടെ പ്രദർശിപ്പിച്ചു. ഇത് കണ്ട് ദുര്യോധനൻ തന്റെ സഹോദരങ്ങളോടൊപ്പം ഓടിച്ചെന്ന് കർണനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, നീ എന്റെ മാനം കാത്തു. ആ സമയത്ത് കർണൻ പറഞ്ഞു, എനിക്ക് അർജുനനുമായിട്ട് ദ്വന്ദ്വയുദ്ധം ചെയ്യണം. അപ്പോൾ അർജുനൻ ദേഷ്യം കൊണ്ട് വിറച്ച് കർണനോട് പറഞ്ഞു, നീ വെറുതെ വേണ്ടാത്ത കാര്യത്തിന് നിൽക്കരുത്, ഇതൊക്കെ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കർണൻ പറഞ്ഞു, വെറുതെ വാചകമടിക്കാതെ വന്ന് യുദ്ധം ചെയ്യൂ. അങ്ങനെ രണ്ടുപേരും മുഖാമുഖം നോക്കി നിൽക്കെ കർണൻ തന്റെ മകനാണെന്ന് അറിയാവുന്ന കുന്തി മോഹാലസ്യപ്പെട്ടു വീണു. മറ്റാർക്കും മനസ്സിലായില്ല എന്തുകൊണ്ട് കുന്തി മോഹാലസ്യപ്പെട്ടു വീണു എന്ന്. പക്ഷേ എല്ലാം അറിയുന്ന വിതുരർക്ക് മനസ്സിലായി. ഉടൻ തന്നെ ഗംഗാജലം എടുത്ത് കുന്തി ദേവിയുടെ മുഖത്ത് തളിച്ച് ദേവിയെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അവർ തമ്മിൽ യുദ്ധം നടക്കും എന്നായപ്പോൾ സാമർഥ്യത്തോടെ കൃപാചാര്യർ അവിടെ ഇടപെട്ടു. കാരണം അപ്പോൾ ഒരു യുദ്ധത്തിനുള്ള സമയമല്ല. അങ്ങനെ കൃപാചാര്യർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദ്വന്ദ്വയുദ്ധത്തിന് മുൻപേ ഒരു പ്രഖ്യാപനം നടത്തി. അതായത് എല്ലാവരോടുമായി പറഞ്ഞു, ഇത് അർജുനൻ പാണ്ഡുവിന്റെയും കുന്തിയുടെയും മകനാണ്, മധ്യമ പാണ്ഡവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കർണനോട് ചോദിച്ചു, ഇനി നീയും പറയൂ, നിന്റെ അച്ഛൻ ആരാണ്, അമ്മയാരാണ്, ഏത് കുലത്തിലാണ് നീ ജനിച്ചത്? അപ്പോഴേക്കും കർണൻ തല താഴ്ത്തി അവിടെ നിന്നുപോയി. എന്നാൽ തന്റെ സുഹൃത്ത് ഇങ്ങനെ നാണം കെട്ട് നിൽക്കുന്നത് കണ്ട് ദുര്യോധനന് സഹിച്ചില്ല. ദുര്യോധനൻ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, അതെന്താ, രാജാക്കന്മാർ അല്ലാത്തവരോട് അർജുനൻ യുദ്ധം ചെയ്യില്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു, കർണൻ ഇനി മുതൽ അംഗരാജ്യത്തിന്റെ രാജാവാകും. ഇതാ ഈ നിമിഷം ഞാൻ അഭിഷേകം നടത്തി കർണനെ രാജാവാക്കുന്നതാണ്. അങ്ങനെ ആ നിമിഷം തന്നെ ദുര്യോധനൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. കർണനെ അംഗരാജാവാക്കി അഭിഷേകം ചെയ്തു. കുരു രാജവംശത്തിന്റെ അധീനതയിലുള്ള ഒരു ചെറു രാജ്യമാണ് അംഗരാജ്യം. അങ്ങനെ ആ അംഗരാജ്യത്തിന്റെ അധിപനായിട്ട് ദുര്യോധനൻ കർണനെ വാഴിച്ചു. ഈ സമയത്ത് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞിട്ട് കർണൻ ദുര്യോധനനോട് ചോദിച്ചു, ഇതിന് പകരമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ സഖ്യം മാത്രം മതി. എന്നാൽ ഈ സമയത്ത്
വിറച്ചുകൊണ്ട് ഒരു വൃദ്ധൻ അങ്ങോട്ടേക്ക് വന്നു. സന്തോഷാശ്രുക്കളോടെ ആ രംഗവേദിയിലേക്ക് നടന്നെടുക്കുന്ന തന്റെ അച്ഛനെ കണ്ട് കർണൻ ഓടിച്ചെന്ന് സൂതനായ തേരോടിക്കുന്ന അതിരഥനെ കെട്ടിപ്പിടിച്ചു. ഇത് കണ്ട് ഭീമൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിച്ചു. ഓ, നീ സൂതപുത്രനാണല്ലേ? സൂതപുത്രനായ നീയാണോ അംഗരാജ്യം ഭരിക്കാൻ പോകുന്നത്? കഷ്ടം തന്നെ, ആ രാജ്യത്തിന്റെ ഒരു ഗതികേട് എന്നൊക്കെ ഭീമൻ പറഞ്ഞപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഭീമ, അധിക പ്രസംഗം ചെയ്യരുത്. ഒരാളും വീരന്മാരുടെയും നദിയുടെയും ഉദ്ഭവം ചോദിക്കാറില്ല. ഒരു വീരന്റെ ലക്ഷണം അവന്റെ വീരത തന്നെയാണ്, അല്ലാതെ ആർക്ക് എപ്പോൾ ജനിച്ചു എന്നതല്ല. എന്നിട്ട് ദുര്യോധനൻ പറയുന്നു, ഇന്ദ്രന്റെ കയ്യിലുള്ള വജ്രായുധം ദധീചി മഹർഷിയുടെ നട്ടെല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇനി പഞ്ചഭൂതങ്ങളുടെ ആ ഉദ്ഭവത്തിന്റെ ഒരു ക്രമം നോക്കിയാൽ ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് അഗ്നി, അങ്ങനെ നോക്കുമ്പോൾ വെള്ളത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്. ഇനി നമ്മുടെ ആചാര്യനെ നോക്കൂ, കുടത്തിൽ നിന്നാണ് ഉണ്ടായത്. കൃപാചാര്യർ ശരപ്പുല്ലിൽ നിന്നാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ നിങ്ങളുടെയൊക്കെ ജനനം എങ്ങനെയാണെന്ന് ആർക്കറിയാം എന്നൊക്കെ ദുര്യോധനൻ അവിടെ വെച്ച് തന്റെ സുഹൃത്തിനു വേണ്ടി വാദിച്ചു. സത്യത്തിൽ മഹാഭാരതം നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് കാണാം, നല്ലവരെന്ന് നമ്മൾ കരുതുന്ന പാണ്ഡവർ എപ്പോഴും നല്ലവരായിട്ടിരുന്നിട്ടില്ല. ചിലപ്പോഴൊക്കെ അവരുടെ സ്വാർത്ഥത അവർ പോലും അറിയാതെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ കെട്ടവനെന്ന് കരുതുന്ന ദുര്യോധനന്റെ ഇത്തരം ചില ഇടപെടലുകൾ ശരിക്കും ദുര്യോധനനോട് നമുക്കൊരു സ്നേഹവും ബഹുമാനവും തോന്നിപ്പോകുന്ന തരത്തിലാണ്. എന്ന് വെച്ചാൽ ഈ ലോകത്ത് നല്ലവരാണ് എന്ന് പറഞ്ഞാൽ അവർ എല്ലായ്പ്പോഴും പൂർണ്ണമായും നല്ലവരല്ല. കെട്ടവർ എന്ന് നമ്മൾ കരുതുന്നവർ എല്ലായ്പ്പോഴും എല്ലാ കാലത്തും കെട്ടവരും അല്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദത്തിനൊടുവിൽ സൂര്യൻ അസ്തമിച്ചു. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ആയുധ പ്രദർശനം അവസാനിച്ചതായി പ്രഖ്യാപിച്ചു. അതേസമയം അംഗരാജാവായിട്ട് നിൽക്കുന്ന തന്റെ മകനെ കുന്തി സ്നേഹപൂർവം ആരും അറിയാതെ അങ്ങനെ നോക്കി നിന്നു. മാത്രമല്ല, യുധിഷ്ഠിരൻ മനസ്സുകൊണ്ട് കർണനെ അഭിനന്ദിക്കുകയാണ്. കർണനെ പോലെ ഒരു വില്ലാളി വീരൻ ഈ ലോകത്തിലില്ല. സത്യത്തിൽ അർജുനനേക്കാളും മിടുക്കൻ തന്നെയായിരുന്നു കർണൻ. പക്ഷെ കർണന്റെ ഒരു കൂട്ടുകെട്ട്, അതാണ് കർണന് വിനയായത്. ഇങ്ങനെ ആയുധ പരീക്ഷയും ആയുധ പ്രദർശനവും കഴിഞ്ഞതിന് ശേഷം ദ്രോണാചാര്യർ ആദ്യം പറഞ്ഞ ഒരു കാര്യം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ അസ്ത്രവിദ്യയിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ എന്റെ മനസ്സിലുള്ള ഒരു കാര്യം നിങ്ങൾ നേടിത്തരണം എന്ന് പറഞ്ഞിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ദ്രുപദനെ ജയിക്കുക. അങ്ങനെ ദ്രോണാചാര്യർ എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളുടെ പരിശീലനം അവസാനിച്ചിരിക്കുന്നു, ഇനി ഗുരുദക്ഷിണയ്ക്കുള്ള കാലമാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഞങ്ങൾ എന്താണ് ഗുരുദക്ഷിണയായി അങ്ങേക്ക് തരേണ്ടത്? ദ്രോണാചാര്യർ പറഞ്ഞു, ദ്രുപദ രാജാവിനെ പിടിച്ചുകെട്ടി എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. പിന്നെ ഒട്ടും താമസിച്ചില്ല, കൗരവർ മുന്നിൽ നടന്നു. കാരണം ഗുരുവിന്റെ മുന്നിൽ ആളാകണമല്ലോ. ദുര്യോധനന്റെ നേതൃത്വത്തിലുള്ള കൗരവപ്പട ഞാൻ മുമ്പേ എന്ന് പറഞ്ഞ് ആ പാഞ്ചാല രാജ്യത്തേക്ക് ഇരച്ചു കയറി. അതേസമയം പാഞ്ചാല രാജാവായ ദ്രുപദനും യുദ്ധത്തിനായിട്ട് ഒരുങ്ങി. അങ്ങനെ പാഞ്ചാല രാജ്യത്തെ ആ പടയ്ക്ക് മുന്നിൽ സത്യത്തിൽ കൗരവ പടയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. അതേസമയം ഇതറിയാവുന്ന അർജുനൻ ഗുരുവുമൊത്ത് കുറച്ചു പുറകിൽ മാറി നിൽക്കുകയായിരുന്നു. അവർ ചെയ്യട്ടെ, എത്രത്തോളം പോകുമെന്ന് കാണാമല്ലോ എന്ന ഭാവത്തിൽ അർജുനൻ പുറകിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് കൗരവർ തോറ്റുകൊണ്ട് പിന്മാറുന്നത് കണ്ടത്. ഉടനെ തന്നെ അർജുനൻ മുന്നോട്ട് കുതിച്ചു കയറി. എന്നാൽ യുധിഷ്ഠിരനോട് പറഞ്ഞു, ജ്യേഷ്ഠൻ ഇപ്പോൾ തൽക്കാലം വരേണ്ടതില്ല. കാരണം ചിലപ്പോൾ ധർമ്മപുത്രർ അവിടെ ചെന്ന് ഇതൊക്കെ പറഞ്ഞ് രമ്യതയിൽ പരിഹരിക്കാം എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. യുധിഷ്ഠിരന്റെ സ്വഭാവം അതാണ്.
അതുകൊണ്ട് അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠൻ വരണ്ട. എന്നിട്ട് നകുല സഹദേവന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജ്യേഷ്ഠന്റെ കൂടെ നിൽക്കൂ. ഇത് പറഞ്ഞ് ഭീമനോട് പറഞ്ഞു, ജ്യേഷ്ഠ എന്റെ കൂടെ വരൂ. അങ്ങനെ രണ്ടുപേരും കൂടെ ആന കരിമ്പിൻ കാട്ടിൽ കയറിയാൽ എന്നതുപോലെ ആ പാഞ്ചാല രാജ്യത്തെ മുഴുവൻ തച്ചുടച്ചു കളഞ്ഞു. അങ്ങനെ ഏതാനും നിമിഷത്തെ യുദ്ധത്തിനൊടുവിൽ അർജുനൻ പാഞ്ചാല രാജാവായ ദ്രുപദനെ പിടിച്ചുകെട്ടി തന്റെ ആചാര്യനായ ദ്രോണരുടെ മുമ്പിൽ കൊണ്ടുപോയി ഇട്ടുകൊടുത്തു. അങ്ങനെ ദ്രോണാചാര്യർ തന്റെ ആ പ്രതികാരം തീർത്തതിന്റെ സന്തോഷത്താൽ ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ലയോ രാജാവേ, അങ്ങേക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ അങ്ങയുടെ സുഹൃത്താണെന്ന് ഇപ്പോൾ അങ്ങ് ഓർക്കുന്നുണ്ടോ? എന്തായാലും രാജ്യം നഷ്ടപ്പെട്ട അങ്ങയെ ഞാൻ ഇപ്പോഴും സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ഗുരുകുലത്തിൽ നിന്നുണ്ടായ സ്നേഹം, അവിടെ വെച്ചുണ്ടായ ആ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. എന്തായാലും അങ്ങയുടെ രാജ്യം ഇപ്പോൾ എനിക്ക് അധീനമാണ്. അങ്ങാണല്ലോ പറഞ്ഞത് സമന്മാർ തമ്മിലേ സൗഹൃദം പാടുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ തമ്മിൽ സൗഹൃദം വേണമെങ്കിൽ നമ്മൾ തമ്മിൽ ആ ഒരു സമത്വം വേണം. അതുകൊണ്ട് എന്റെ ഔദാര്യമായിട്ട് ഞാനിതാ അങ്ങയിൽ നിന്ന് പിടിച്ചടക്കിയ പാഞ്ചാല രാജ്യത്തിന്റെ പകുതി അങ്ങേക്ക് തിരിച്ചു തരുന്നു. മറുപകുതി എനിക്കുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ സമന്മാരായി. ഇനി വേണമെങ്കിൽ നമുക്ക് സുഹൃത്തുക്കളാകാം, അങ്ങേക്ക് സമ്മതമാണെങ്കിൽ. എന്തൊരു മധുര പ്രതികാരമാണ് ദ്രോണാചാര്യർ ചെയ്തത്. അങ്ങനെ പാഞ്ചാല രാജ്യത്തെ രണ്ടായി പകുത്ത് തെക്കൻ പാഞ്ചാല രാജ്യം ദ്രുപദൻ ഭരിച്ചു. വടക്കൻ പാഞ്ചാല രാജ്യം അർജുനന്റെ സഹായത്തോടെ, കാരണം അർജുനനാണ് ശരിക്കും ആ രാജ്യം നേടിക്കൊടുത്തത്. അങ്ങനെ അർജുനൻ നേടിക്കൊടുത്ത ഗുരുദക്ഷിണയായ വടക്കൻ പാഞ്ചാല രാജ്യം ദ്രോണരും ഭരിച്ചു. സത്യത്തിൽ ദ്രുപദന് ഇത് വലിയൊരു അപമാനമായിരുന്നു. അങ്ങനെ ദുഃഖിതനായി ദ്രുപദനും വിജയശ്രീലാളിതനായി ദ്രോണരും രണ്ട് രാജ്യങ്ങളുടെയും അധിപന്മാരായി തീർന്നു.